സോംബി ദ ലിവിങ് ഡെഡ്. ഹോളിവുഡ് സിനിമകളിലും ഇന്ത്യൻ സിനിമകളിലും മനുഷ്യനെ പരിഭ്രാന്തരും ഭയചകിതരുമാക്കുന്ന ഭയാനക രൂപങ്ങൾ. അമേരിക്കൻ സിനിമാ സംവിധായകനായ ജോർജ് റോമിയോയാണ് സോംബി സിനിമകളുടെ പിതാവായി അറിയപ്പെടുന്നത്. 1968 ജോർജ് റോമിയോ സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് ദ ലിവിങ് ഡെഡ് എന്ന ചലച്ചിത്രമാണ് സോംബി സിനിമകളിൽ ആദ്യത്തേത്. അതുകണ്ട് ലോകം ഭയന്നു വിറച്ചു. മനുഷ്യൻ്റെ തലച്ചോറിൽ മാറ്റങ്ങൾ വരുത്തി അവനെ പ്രേതതുല്യനാക്കുന്ന വൈറസുകൾ ഉണ്ടോ എന്ന് ആരും സംശയിച്ചു പോകും. നമ്മുടെ ഇടയിൽ സോംബികൾ ഉണ്ടാകുമോ? അറിയില്ല. എന്നാൽ ജീവികളുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന നിരവധി വൈറസുകളും ഫംഗസുകളും ഉണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട്. പേവിഷബാധ പോലെ ദംശനം കൊണ്ട് അത് പടരുവാനും സാധ്യതകളേറെയാണ്. ഉറുമ്പുകളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓഫിയോ കോർഡിസെപ്സ് എന്ന ഫംഗസ് അവയുടെ താടിയെല്ല് പോലും അനക്കാനാവാത്ത വിധം ഉറുമ്പുകളെ തളർത്താറുണ്ട്. അങ്ങനെ ഉറുമ്പുകൾ മരിച്ചു വീഴുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഒരു ചെറു കൂണായി ഫംഗസ് മുളച്ചു വരുന്നു. ഈ കൂൺ ഭക്ഷിക്കുന്ന മറ്റുറുമ്പുകളിലേക്കും ആ അസുഖം പടരുന്നു. അവയും മരിക്കുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പ്രകൃതിയിലുണ്ട്. നമുക്ക് അറിയാവുന്നതിലേറെ അറിയാൻ പാടില്ലാത്തതാണ് ഈ പ്രപഞ്ചത്തിൽ അധികവും. അതിനാൽ ആശ്വസിക്കാൻ വരട്ടെ. മനുഷ്യരാശിക്ക് ഭീഷണിയാവുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോംബി വൈറസ് എന്ന വാക്ക് ആർക്കൊക്കെ അറിയാം? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിക് പ്രദേശത്തുള്ള സൈബീരിയയിലും അലാസ്കയിലുമുള്ള കഠിനമായ തണുപ്പിൽ രൂപപ്പെട്ട ഐസ് പാളികൾക്കിടയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പലതരം പകർച്ചവ്യാധികൾ പരത്തിയിരുന്ന വൈറസുകൾ ഇപ്പോഴും നിർജീവമായി മറഞ്ഞിരിക്കുന്നു. ഈ ഐസ് പാളികളിൽ പുനർജീവിക്കാൻ സാധ്യമായ അനുകൂല സാഹചര്യങ്ങളില്ലാത്തതിനാൽ ഈ വൈറസുകൾ ഉറക്കത്തിലാണ്ട് കിടക്കുന്നു. ഇതിന് ഹൈബർനേഷൻ എന്ന് പറയുന്നു. എന്നാൽ ആഗോള താപനം മൂലം ഈ ഐസ് പാളികൾ ഉരുകുന്നത് മൂലം ഈ വൈറസുകൾ വീണ്ടും പ്രവർത്തന സജ്ജമാവുന്നു. ഐസ് പാളികൾ ഉരുകി നോർമൽ ടെമ്പറേച്ചറിലും നോർമൽ അറ്റ്മോസ്ഫിയറിലും എത്തിച്ചേരുമ്പോൾ ഈ വൈറസുകൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. ഈ വൈറസുകൾക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന പേരാണ് സോംബി വൈറസ്. 48,500 വർഷം മുൻപുണ്ടായിരുന്ന വൈറസുകളെ വരെ ഗവേഷകർ കണ്ടെത്തിക്കഴിഞ്ഞു. അതിനർത്ഥം മനുഷ്യന് പരിചയമില്ലാത്ത രോഗങ്ങൾ പരത്തിയിരുന്ന ആയിരക്കണക്കിന് വർഷം മുൻപുണ്ടായിരുന്ന വൈറസുകൾ വരെ ഈ ഐസ് പാളികൾക്കടിയിൽ നിർജീവമായി കഴിയുന്നു എന്നതും അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ വൈറസുകൾ പ്രവർത്തന സജ്ജമാവും എന്നുമുള്ള വാർത്ത വളരെ നടുക്കമുണ്ടാക്കുന്നതാണ്. സോംബി വൈറസ് നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ നിരവധി പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. മജ്ജയെ മരവിപ്പിക്കുന്ന ഒരു സോംബി സിനിമയേക്കാൾ ഭയാനകമാണ് ആർട്ടിക് പ്രദേശത്ത് റഷ്യയുടെ ഭാഗമായ സൈബീരിയയിൽ നിന്നും അമേരിക്കയുടെ ഭാഗമായ അലാസ്കയിൽ നിന്നുമൊക്കെ കണ്ടെത്തിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സജീവമല്ലാത്ത അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും സജീവമാവുന്ന ഈ വൈറസുകൾ. ഈ സോംബി വൈറസ് എന്നത് പലവിധ സാംക്രമിക രോഗങ്ങളുടെ ഒരു കൂട്ടമാണ്. നിലവിൽ കണ്ടെത്തിക്കഴിഞ്ഞ 13 തരം സോംബി വൈറസുകൾ സഹസ്രാബ്ദങ്ങളുടെ തണുപ്പിനു ശേഷം പകർച്ചവ്യാധികളായി തുടരുന്നു. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമുള്ള പാൻഡോറ വൈറസ് എഡോമയാണ് ഏറ്റവും പഴയ വൈറസ് പകർച്ചവ്യാധി. അത് 48,500 വർഷം പഴക്കമുള്ള വൈറസാണെന്നും ഹിമം ഉരുകുന്നതിലൂടെ അത് പ്രവർത്തന സജ്ജമാകുമെന്നും അറിയുമ്പോൾ അതിൻ്റെ ഭീകരത വർദ്ധിക്കുന്നു. നിലവിൽ കണ്ടെത്തിയ 13 തരം സോംബി വൈറസ് മാത്രമല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപുള്ള മഹാരോഗങ്ങൾ പരത്തിയ വൈറസുകൾ ഈ ഐസ് പാളികളിൽ ഉണ്ടെന്നുള്ളത് വളരെ അപകടം നിറഞ്ഞ വാർത്തയാണ്. 2013 റഷ്യയിലെ സൈബീരിയയിൽ 30,000 വർഷം മുതൽ മുകളിലേക്ക് പഴക്കമുള്ള വൈറസുകളെ വരെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിക്കഴിഞ്ഞു. ബാഹ്യപരിതസ്ഥിതിയിൽ, അതായത് സാധാരണ അന്തരീക്ഷത്തിൽ, ഈ വൈറസുകൾ മാരക പകർച്ചവ്യാധികൾ പരത്തുന്ന ഒരു ബാക്ടീരിയയായി തുടരുകയും അതിന് പെരുകാനുള്ള ഒരു മീഡിയം കണ്ടെത്തുകയും അതായത് മനുഷ്യനിലോ മൃഗങ്ങളിലോ ബാധിക്കുകയും ചെയ്താൽ എന്തുമാത്രം അപകടമാണ്. ഇപ്പോൾ പറഞ്ഞ 48,500 വർഷം മുമ്പുള്ള വൈറസ് ബാധിച്ചാൽ അതിന് ചികിത്സ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
ആഗോള താപനില ഉയരുന്നതിലൂടെ ആർട്ടിക് പ്രദേശത്തെ സൈബീരിയൻ, അലാസ്കൻ പെർമാഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഐസ് പാളി ഉരുകുകയും ഈ വൈറസുകൾ എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യുന്നു. വടക്കൻ അർദ്ധഗോളത്തിന്റെ കാൽഭാഗവും തണുത്തുറഞ്ഞതാണ്. ഈ പെർമാഫ്രോസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനുമായി വിഘടിച്ച് ഹരിതഗ്രഹ പ്രഭാവം വർദ്ധിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ജൈവപദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു. പലവിധ ഗവേഷണങ്ങൾക്ക് ശേഷം മിക്ക സോംബി വൈറസുകളും ആരോഗ്യപരമായി അപകടം വരുത്തും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെർമാഫ്രോസ്റ്റ് ഉരുകുമ്പോൾ പുറത്തുവരുന്ന അല്ലെങ്കിൽ വീണ്ടും ജീവൻ വയ്ക്കുന്ന വൈറസുകളും മറ്റ് സൂക്ഷ്മാണുക്കളും ആളുകൾക്ക് എത്രമാത്രം അപകടമുണ്ടാക്കും എന്നത് ഇപ്പോൾ കണ്ടെത്താൻ സാധ്യമല്ല. സഹസ്രാബ്ദങ്ങളായി അലാസ്ക, കാനഡ, റഷ്യ എന്നിവിടങ്ങളിലെ പെർമാഫ്രോസ്റ്റ് അല്ലെങ്കിൽ തണുത്തുറഞ്ഞ ഐസ് പാളികൾ ഈ വൈറസുകളെ നിർജീവമായി ഉറക്കത്തിൽ തുടരാൻ സഹായിക്കുന്നതിന് കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് മാത്രമല്ല. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഐസ് പാളികൾക്കടിയിൽ പ്രകാശമില്ലാത്ത ഓക്സിജൻ രഹിത അന്തരീക്ഷമാണുള്ളത്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാത്ത ഈ അന്തരീക്ഷവും തണുപ്പുമൊക്കെ ഒരു വൈറസിനെ നിർജീവമായി ഏത് സമയത്തും പ്രവർത്തന സജ്ജമാക്കാൻ പോകുന്ന നിലയിൽ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ അടുത്ത് ടിബറ്റൻ ഐസ് ക്യാപ്പിന് കീഴിൽ 15,000 വർഷം പഴക്കമുള്ള വൈറസുകളെ ഗവേഷകർ കണ്ടെത്തി. 42,000 വർഷമായി തണുത്തുറഞ്ഞ സൈബീരിയൻ മണ്ണിന്റെ സാമ്പിളുകളിൽ നിന്ന് 2018 മൈക്രോസ്കോപ്പിക് നെമറ്റോഡ് വേമുകൾ കണ്ടെത്തി. സ്വീഡനിലെ ഉമിയ യൂണിവേഴ്സിറ്റിയിലെ ബിർഗീറ്റ ഇവൻഗാർഡ് പെർമാഫ്രോസ്റ്റ് ഉരുകുന്നതുമായി ബന്ധപ്പെട്ട സോംബി വൈറസ് സൃഷ്ടിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് ആശങ്കാകുലയാണ്. ഇതിനെക്കുറിച്ച് പലവിധ ഗവേഷണങ്ങൾ നടത്തിയ ബിർഗീറ്റ ഇവൻഗാർഡ് ആർട്ടിക് പ്രദേശത്തെ സൂക്ഷ്മാണുക്കൾ ഉയർത്തുന്ന ആരോഗ്യ സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് 2019 ഇവരുടെ ആർട്ടിക്കിൾ പ്രസിദ്ധപ്പെടുത്തി. ഉരുകുന്ന പെർമാഫ്രോസ്റ്റിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ അത്യന്തം അപകടകാരികളാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ സൈബീരിയയിലെ 3 നദികൾ ഉരുകുന്ന പെർമാഫ്രോസ്റ്റ് പദാർത്ഥങ്ങളെ ബെറിങ് കടലിലേക്ക് ഒഴുക്കിവിടുന്നു. ഇത് സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് പടരാൻ കാരണമാകുന്നു. 1979 മുതൽ ആർട്ടിക് പ്രദേശം ലോകത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി വേഗതയിൽ ചൂടായതായി പ്രൊഫസർ ഇവാൻഗാർഡ് കണ്ടെത്തുകയും ചെയ്തു. 48,500 വർഷങ്ങൾക്ക് ശേഷം ഒരു സോംബി വൈറസായി പരിണമിച്ച ഒളിഞ്ഞിരിക്കുന്ന അമീബ വൈറസിനെ ഗവേഷകർ കണ്ടെത്തിയത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ആഗോളതാപനം ഒരു പ്രധാന പ്രശ്നമായി മാറുന്നതിനാൽ ഹിമാനികൾ വേഗത്തിൽ ഉരുകുന്നു. അതിനാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വൈറസുകളെ ഈ ഹിമാനികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്ന എല്ലാത്തരം സോംബി വൈറസും വലിയ ഭീഷണി ഉയർത്തുന്നു. ഒരു മനുഷ്യനെ ബാധിച്ചാൽ തന്നെ മാരകമായ അണുബാധയ്ക്ക് എല്ലാ മനുഷ്യരും പാത്രമാകുന്നു. COVID-19 നമ്മളിത് കണ്ടതാണ്. ചൈനയിൽ വവ്വാലിൽ നിന്നും ഒരാൾക്ക് ബാധിച്ച അണുബാധ ലോകം മുഴുവൻ എങ്ങനെ പടർന്നു എന്നത് നമ്മൾ അനുഭവിച്ചതാണ്. ഈ സോംബി വൈറസ് സൃഷ്ടിക്കുന്ന അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ ഫ്രാൻസിലെ എയിക്സ് മാർസെയിലെ സ്കൂൾ ഓഫ് മെഡിസിനിലെ പ്രൊഫസർ ജീൻ മൈക്കിൾ ക്ലവേറി സൈബീരിയയിൽ നിന്നും എടുത്ത സാമ്പിൾ പരിശോധിച്ചു. അതിലടങ്ങിയിരിക്കുന്നത് മാരക പകർച്ചവ്യാധികളാണെന്ന് പ്രൊഫസർ ക്ലവേറി കണ്ടെത്തി. കൂടാതെ 2003 പ്രൊഫസർ ക്ലവേറി ഇവിടെ നിന്നും ലഭിച്ച വൈറസുകൾ ശക്തമായ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് പകരം സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചപ്പോഴും ഈ വൈറസ് കാണാനിടയായി. പ്രൊഫസർ ക്ലവേറിയുടെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം 2012 ഒരു സൈബീരിയൻ ഹിമാനിയിൽ നിന്നും കിട്ടിയ 30,000 വർഷം പഴക്കമുള്ള ഒരു വിത്തുകോശത്തിൽ നിന്നും ഒരു കാട്ടുപൂവിനെ പുനർജീവിപ്പിച്ചു. അന്നു മുതൽ ഈ ശാസ്ത്രജ്ഞർ ഈ പറഞ്ഞ പല പുരാതന സോംബി വൈറസുകളെയും വിജയകരമായി തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ അറിവിലുള്ളതിനേക്കാളും എത്രയോ അധികം പുരാതന വൈറസുകളെ ഈ ആർട്ടിക് ഹിമാനികളിൽ നിന്നും വേർതിരിച്ച് ലാബുകളിൽ വളർത്തുന്ന രാജ്യങ്ങളുണ്ട് എന്ന അറിവ് ഞെട്ടിക്കുന്നതാണ്. റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ലാബറട്ടറികളിൽ ഗവേഷണങ്ങൾക്കും മറ്റും ഈ പറഞ്ഞ 48,500 വർഷം പഴക്കം ചെന്ന വൈറസുകളെ വരെ പുനർജീവിപ്പിച്ച് സൂക്ഷിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു. ചൈനയിലെ ലാബറട്ടറിയിൽ നിന്നും എങ്ങനെയോ എസ്കേപ്പായ COVID-19 വൈറസ് കാരണമാണ് ലോകം തന്നെ സ്തംഭിച്ചത് എന്ന് ചില ഗവേഷകർ പറയുന്നു.
അതിനേക്കാൾ എത്രയോ ഭീകരമായ, നമ്മൾ ഇതുവരെയും കേൾക്കാത്ത മാരക അസുഖങ്ങൾ പകർത്തുന്ന സോംബി വൈറസുകൾ ഈ രാജ്യങ്ങളുടെ ലാബോറട്ടറികളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നത് വളരെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ആദ്യമായി ഈ പെർമാഫ്രോസ്റ്റിൽ അടങ്ങിയ ഒരു പുരാതന വൈറസിനെ പുനർജീവിപ്പിച്ചത് 2013-ലാണ്. പിന്നീട് അമീബകളെ ലക്ഷ്യം വെച്ചുള്ള മറ്റൊരു തരം വൈറസിനെ 2014-ൽ പുനർജീവിപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഇന്നുവരെയുള്ള കാലഘട്ടത്തിൽ മാരകമായ വൈറസുകളെ ഈ ഹിമാനികളിൽ നിന്നും പല രാജ്യങ്ങളും വേർതിരിച്ച് ബയോബോംബാക്കി ലാബുകളിൽ സൂക്ഷിക്കുന്നു. ഈ 48,500 വർഷം എന്ന് പറയുന്ന കാലപ്പഴക്കം കണ്ടുപിടിക്കുന്നത് മണ്ണിൻ്റെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റായതുകൊണ്ട് അത് വളരെ കൃത്യമാണ്. അലാസ്കയിലെ സേവാർഡ് പെനിൻസുലയിലെ ഒരു ഗ്രാമത്തിലെ പെർമാഫ്രോസ്റ്റിൽ നിന്നും 1997-ൽ പുറത്തെടുത്ത ഒരു സ്ത്രീയുടെ ശവശരീരത്തിൽ നിന്നുള്ള ശ്വാസകോശ സാമ്പിളിൽ 1918-ലെ മഹാമാരിക്ക് കാരണമായ ഇൻഫ്ലുവൻസ സ്ട്രെയിനിൽ നിന്നുള്ള ജനിതക പദാർത്ഥം അടങ്ങിയിരുന്നു. 2012-ൽ സൈബീരിയയിൽ നിന്നും ലഭിച്ച 300 വർഷം പഴക്കമുള്ള ഒരു മൃതദേഹത്തിൽ നിന്നും വസൂരിക്ക് കാരണമാകുന്ന വൈറസിന്റെ ജനിതക ഘടകം കണ്ടെത്തി. ഈ പറഞ്ഞ വൈറസുകൾ നോർമൽ അറ്റ്മോസ്ഫിയറിൽ വീണ്ടും സജീവമാകുന്നതാണെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു. 2016 ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നൂറുകണക്കിന് ആളുകളെ ബാധിച്ച ആന്ത്രാക്സ് എന്ന പുരാതന രോഗം ഹിമാനികൾ ഉരുകുന്നതിലൂടെ പുനർജീവിച്ച സോംബി വൈറസുകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 2000-ങ്ങളുടെ തുടക്കത്തിൽ നിരോധിക്കപ്പെട്ട ഖനലോഹങ്ങളും DDT പോലുള്ള മാരക രാസവസ്തുക്കളും ആർട്ടിക് പ്രദേശത്ത് തള്ളിയിട്ടുണ്ട്. കൂടാതെ 1950 കാലഘട്ടം മുതൽ റഷ്യയും അമേരിക്കയും വാശിക്ക് നടത്തിയ ആണവ വിസ്ഫോടനങ്ങളുടെ ഫലമായി ഉണ്ടായ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളും ആർട്ടിക് പ്രദേശത്ത് തള്ളിയിട്ടുണ്ട്. ഇത് ഹിമാനികൾ ഉരുകുന്നതിലൂടെ മറ്റൊരു അപകടം നിറഞ്ഞ അവസ്ഥയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇത് വേറൊരു വീഡിയോയിൽ പറയാം.